കേരളത്തിൽ ഇന്നു മുതൽ ഒരു വർഷത്തേക്ക് വിവാഹങ്ങൾ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വളരെ ക്യൂരിയോസിറ്റിയുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള, ഇതുവരെ ആരും പറയാത്തതും അറിയാത്തതുമായ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ അവസാനം വരെ കാണുക. കേരളം നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. പക്ഷേ സാമ്പത്തിക ശാസ്ത്രജ്ഞർ കേരളത്തെ വിളിക്കുന്നത് വെഡ്ഡിംഗ് ഇക്കോണമി എന്നാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു വർഷം ഏകദേശം എത്ര വിവാഹങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാമോ? 4 ലക്ഷത്തിലധികം വിവാഹങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ നാളെ രാവിലെ ഒരു നിയമം വരികയാണ്. അടുത്ത 365 ദിവസത്തേക്ക്, അതായത് ഒരു വർഷത്തേക്ക് കേരളത്തിൽ ഒരു വിവാഹവും പാടില്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായി തോന്നാമല്ലേ? പക്ഷേ സുഹൃത്തുക്കളെ, ഇത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ അന്തകനാകും. നമ്മുടെ വീട്ടുപടിക്കൽ നിൽക്കുന്ന പച്ചക്കറിക്കാരൻ മുതൽ കോടീശ്വരനായ ജ്വല്ലറി ഉടമ വരെ പട്ടിണിയിലാകുന്ന ഒരു ചെയിൻ റിയാക്ഷൻ എങ്ങനെ തുടങ്ങുമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പ്രതിവർഷം കേരളത്തിൽ വിറ്റഴിക്കപ്പെടുന്ന 100 ടണ്ണിലധികം സ്വർണത്തിൻ്റെ 80% കല്യാണത്തിനാണ്. ഇത് നിലച്ചാൽ ജ്വല്ലറി ഉടമകൾ മാത്രമല്ല, അതിൽ പണിയെടുക്കുന്ന 10,000 കണക്കിന് സെയിൽസ് സ്റ്റാഫും പട്ടിണിയിലാകും. കേരളത്തിലെ ബാങ്കുകളുടെ പ്രധാന വരുമാനം ഗോൾഡ് ലോൺ പലിശയാണ്. കല്യാണമില്ലെങ്കിൽ സ്വർണം വാങ്ങാനോ പണയം വയ്ക്കാനോ ആളില്ലാതാകും. ഇത് ബാങ്കിംഗ് മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. കേരള സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകളിലൊന്നാണ് GST. സ്വർണം, വസ്ത്രം, ഓഡിറ്റോറിയം വാടക, കാറ്ററിംഗ് എന്നിവയിൽ നിന്ന് മാത്രം ലഭിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ നികുതിയാണ്. സ്വർണ്ണ വ്യാപാരത്തിൻ്റെ 3% GSTയും മറ്റ് ലക്ഷറി ഐറ്റങ്ങളുടെ 18 മുതൽ 28 വരെ ശതമാനം GSTയും സർക്കാരിന് ലഭിക്കേണ്ട വരുമാനം നിലയ്ക്കും. ഇത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെയും ശമ്പള വിതരണത്തെയും വരെ ബാധിച്ചേക്കാം. വസ്ത്രവ്യാപാര മേഖലയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാവും. കാഞ്ചീപുരം പട്ടുസാരികൾ മുതൽ ബ്രാൻഡഡ് സ്യൂട്ടുകൾ വരെ കോടികളുടെ സ്റ്റോക്ക് വിറ്റഴിയാതെ കെട്ടിക്കിടക്കും. ബ്രൈഡൽ മേക്കപ്പിന് മാത്രം 20,000 മുതൽ ലക്ഷങ്ങൾ വരെ വാങ്ങുന്ന ബ്യൂട്ടീഷ്യന്മാർ കേരളത്തിലുണ്ട്. ഒരു വർഷം ഈ വരുമാനം ഇല്ലാതായാൽ ഈ മേഖല തകരും. വെഡ്ഡിംഗ് കളക്ഷൻ, ചെരിപ്പുകൾ, ബാഗുകൾ, ആഭരണങ്ങൾ എന്നിവയുടെ വിപണി കുത്തനെ ഇടിയും. കേരളത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന മേഖലയാണ് കാറ്ററിംഗ് സർവീസ്. പാചകക്കാർ, സപ്ലയർമാർ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവർക്ക് ജോലി നഷ്ടപ്പെടും. മിക്കവാറും കല്യാണ മണ്ഡപങ്ങൾ കോടിക്കണക്കിന് രൂപ ബാങ്ക് ലോണുകൾ എടുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വർഷം വരുമാനം നിലയ്ക്കുന്നതോടെ ബാങ്ക് പലിശയും തിരിച്ചടവും മുടങ്ങുകയും ഓഡിറ്റോറിയങ്ങൾ ജപ്തി ഭീഷണിയിലാവുകയും ചെയ്യും. AC, ജനറേറ്റർ, മറ്റ് ഇലക്ട്രോണിക് സംവിധാനങ്ങൾ എന്നിവ പ്രവർത്തിപ്പിച്ചില്ലെങ്കിലും അവ നശിച്ചു പോകാതിരിക്കാൻ വലിയൊരു തുക അറ്റകുറ്റപ്പണിക്കായി ചിലവാക്കേണ്ടി വരും. ഒരു വലിയ ഓഡിറ്റോറിയത്തെ വിശ്വസിച്ച് ജീവിക്കുന്നത് നിരവധി കുടുംബങ്ങളാണ്. നേരിട്ടുള്ള ജീവനക്കാർ, മാനേജർമാർ, സെക്യൂരിറ്റി സ്റ്റാഫ്, ക്ലീനിംഗ് തൊഴിലാളികൾ, ഇലക്ട്രീഷ്യന്മാർ എന്നിവർക്ക് ജോലി നഷ്ടപ്പെടും. വലിയ ഓഡിറ്റോറിയങ്ങൾക്ക് ഉയർന്ന ഫിക്സഡ് ഇലക്ട്രിസിറ്റി ചാർജ് ഉണ്ടാകും. വരുമാനമില്ലെങ്കിലും ഈ തുക ഓരോ മാസവും അടയ്ക്കേണ്ടി വരും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട വലിയ തുകയിലുള്ള കെട്ടിട നികുതി ഉടമകൾക്ക് വലിയ ബാധ്യതയാകും. ഒരു വർഷത്തോളം അടച്ചിടുന്നത് കെട്ടിടത്തിനുള്ളിൽ പൂപ്പൽ പിടിക്കാനും ഫർണിച്ചറുകൾ നശിക്കാനും വയറിംഗ് കംപ്ലൈൻറ്റുകൾ വരാനും കാരണമാകും. ഇത് വീണ്ടും തുറക്കുമ്പോൾ വലിയൊരു തുക റീവർക്കിനായി ചിലവാക്കേണ്ടി വരും. ഇത് കേരളത്തിലെ വെഡ്ഡിംഗ് ഇൻഡസ്ട്രിയുടെ തകർച്ചയ്ക്ക് കാരണമാകും. വിവാഹങ്ങൾ ഇല്ലാതായാൽ കോഴി, പോത്ത്, ഇറച്ചി വിപണി 40% വരെ ഇടിയും. അതോടെ ഫാമുകൾ നഷ്ടത്തിലാകും. ടൺ കണക്കിന് പച്ചക്കറിയും ലിറ്റർ കണക്കിന് പാലും ദിവസവും കല്യാണ മണ്ഡപങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. വിവാഹമില്ലാതെ ആവുമ്പോൾ ഇതിൻ്റെ വിപണി കുറയും. ഇത് കർഷകരെ ആത്മഹത്യയിലേക്ക് വരെ നയിക്കാം. കല്യാണ മണ്ഡപങ്ങൾക്കും മാലയ്ക്കുമായി വരുന്ന ടൺ കണക്കിന് പൂക്കൾ വിറ്റഴിക്കാതെ നശിക്കും. ഇത് അതിർത്തി ഗ്രാമങ്ങളിലെ കർഷകരെ കടക്കെണിയിലാക്കും. കല്യാണ കേക്കുകൾ, മിഠായികൾ, ഗിഫ്റ്റ് പാക്കറ്റുകൾ എന്നിവയുടെ ഓർഡർ കുത്തനെ കുറയും. ഫർണിച്ചർ, ഇലക്ട്രോണിക്സ് ഷോറൂമുകൾക്ക് വലിയ നഷ്ടമുണ്ടാകും. കല്യാണ ഓട്ടങ്ങൾ നിലയ്ക്കുന്നത് ടാക്സി ഡ്രൈവർമാരുടെ ഉപജീവനത്തെ ബാധിക്കും. പ്രവാസികൾ കല്യാണത്തിനായി നാട്ടിലേക്ക് വരുന്നത് ഇല്ലാതെയാകുമ്പോൾ ഇത് എയർലൈൻ വരുമാനത്തെ ബാധിക്കും.
കേരളത്തിലെ ഏറ്റവും വലിയ ഫ്രീലാൻസ് തൊഴിൽ മേഖലയാണ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി. ലക്ഷങ്ങളുടെ ക്യാമറയും ഉപകരണങ്ങളും വാങ്ങി ലോൺ എടുത്തവർ വഴിമുട്ടും. കല്യാണ റിസപ്ഷനുകളിൽ പാടുന്ന കലാകാരന്മാർ, ഡിജെകൾ, വധുവിനെ ആനയിക്കുന്ന ചെണ്ടമേളക്കാർ, ഇവരുടെ ജോലി കുറയും. പന്തൽ കെട്ടുന്നവർ, ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഓപ്പറേറ്റർമാർ, ഫ്ലവർ ഡെക്കറേഷൻ ചെയ്യുന്നവർ, ഇവരുടെ ജോലിയും കുറയും. ഡിജിറ്റൽ യുഗത്തിലും മലയാളിക്ക് കല്യാണക്കുറി നിർബന്ധമാണ്. ആയിരക്കണക്കിന് പ്രസ്സുകൾക്ക് പൂട്ടുവീഴും. ഗൾഫിൽ നിന്നും വരുന്ന പണത്തിൻ്റെ പകുതിയിലധികവും ചിലവാക്കപ്പെടുന്നത് 2 കാര്യങ്ങൾക്കാണ്. 1 വീട് പണി, 2 വിവാഹം. വിവാഹമില്ലെങ്കിൽ പ്രവാസികൾ നാട്ടിലേക്ക് പണം അയക്കുന്നത് കുറയ്ക്കും. വിവാഹത്തോടനുബന്ധിച്ച് വീട് പുതുക്കി പണിയുന്നതും പെയിൻ്റ് അടിക്കുന്നതും കേരളത്തിലെ ആചാരം പോലെയാണ്. വിവാഹമില്ലെങ്കിൽ ഇത് സിമൻറ്റ്, സ്റ്റീൽ, ടൈൽസ് വ്യാപാരത്തെയും പെയിൻറ്റിംഗ്, ഫർണിഷിംഗ്, ഇലക്ട്രിക്കൽ ജോലികൾ എന്നിവയും നിലയ്ക്കും. ഇതുവഴി ആശാരിമാർ, പെയിൻറ്റർമാർ, പ്ലംബർമാർ തുടങ്ങിയ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് ജോലി വളരെ കുറയും. മക്കളുടെ കല്യാണത്തിനായി ഭൂമി വിൽക്കുന്നവരും വാങ്ങുന്നവരും കുറയും. കൊച്ചിയും മൂന്നാറും പോലെയുള്ള സ്ഥലങ്ങളിലെ റിസോർട്ടുകൾ വിവാഹങ്ങളിൽ നിന്നാണ് വലിയ വരുമാനം നേടുന്നത്. ഹണിമൂൺ പാക്കേജുകൾ പൂർണ്ണമായും ഇല്ലാതാകും. കല്യാണം നീണ്ടുപോകുന്നത് യുവാക്കളിലും മാതാപിതാക്കളിലും ഉത്കണ്ഠ ഉണ്ടാക്കും. വിവാഹം നിശ്ചയിക്കപ്പെട്ട ലക്ഷക്കണക്കിന് യുവാക്കളുടെയും മാതാപിതാക്കളുടെയും മാനസികാവസ്ഥ തകരും. രഹസ്യമായ വിവാഹങ്ങൾ നടത്താൻ ആളുകൾ ലക്ഷങ്ങൾ കോഴ നൽകും. ഇത് അഴിമതിക്കും കുറ്റകൃത്യങ്ങൾക്കും വഴിവെക്കും. ആളുകൾ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി കല്യാണം കഴിക്കും. കേരളത്തിൻ്റെ പണം അങ്ങോട്ടൊഴുകും. കേരളത്തിൽ പ്രതിവർഷം ശരാശരി 4.5 ലക്ഷം കുട്ടികൾ ജനിക്കുന്നു എന്നാണ് കണക്ക്. ഇതിൽ വലിയൊരു ശതമാനവും പുതിയ വിവാഹങ്ങളെ തുടർന്നുള്ളവയാണ്. ഒരു വർഷം വിവാഹം നടന്നില്ലെങ്കിൽ അടുത്ത വർഷത്തെ ജനനനിരക്ക് 40% മുതൽ 50% വരെ താഴാൻ ഇത് കാരണമാകും. കണ്ടല്ലോ, വെറുമൊരു ആഘോഷം മാത്രമല്ല വിവാഹം. അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വീടുകളിൽ അടുപ്പ് പുകയാൻ കാരണമാകുന്ന വലിയൊരു സാമ്പത്തിക ചക്രമാണ്. ഈ ചക്രം ഒരു വർഷം നിന്നാൽ കേരളം 20 വർഷം പിന്നോട്ട് പോകും. ആഡംബരങ്ങൾ കുറയ്ക്കുന്നത് നല്ലതാണെങ്കിലും ഈ ചക്രം നിലയ്ക്കുന്നത് കേരളത്തെ പട്ടിണിയിലേക്ക് നയിക്കും. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിലെ കല്യാണങ്ങൾ ഇത്രയധികം പണം ചിലവാക്കി നടത്തേണ്ടതുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയിൽ പറയാത്തതും എന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ളതുമായ കാര്യമുണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. നന്ദി.